गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള രണ്ട് ശ്ലോകങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായത്തിലെ 31-32 ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീത നമുക്കറിയാം വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. വേദത്തിൻ്റെ സാരം ആണ്. വേദം കർമ്മ ബ്രഹ്മം, കർമ്മവും അതുപോലെ തന്നെ ബ്രഹ്മത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ്. ഇവിടെ വൈദികമായിട്ടുള്ള കർമ്മം, ആ കർമ്മത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം. ഭഗവത്ഗീതയുടെ സന്ദർഭം നമുക്കൊക്കെ അറിയാം. അർജുനന് കർമ്മം ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള തടസ്സത്തെ നീക്കാൻ വേണ്ടിയാണ് ഭഗവത് ഉപദേശം ഇവിടെ പ്രയോജനപ്പെട്ടത്. ഭഗവത്ഗീത ഭാഷ്യത്തിൽ തുടക്കത്തിൽ തന്നെ പറയും, അർജുനന് ഉണ്ടായിട്ടുള്ള ശോകമോഹങ്ങൾ, പുത്ര മിത്ര കളത്ര ബന്ധുക്കളൊക്കെ അവരൊക്കെ എൻ്റേതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ എന്നുള്ള ശോകമോഹങ്ങളാൽ ബാധിക്കപ്പെടുകയും സംസാര കാരണമായിട്ടുള്ള ആ ശോകമോഹങ്ങൾ ബാധിക്കപ്പെട്ടതോടുകൂടി തന്നെ അർജുനനിലെ ധർമ്മബുദ്ധി വികലമായിത്തീരുന്നു. ആ ധർമ്മബുദ്ധി വികലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അല്ല ചെയ്യുക. ആ ഒരു പ്രശ്നത്തിന് അതാണ് അർജുനനിൽ ഇവിടെ സംഭവിച്ചത്. അതിനെ പരിഹാരമായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത്, അതിന് പരിഹാരമായിട്ടാണ് ഉപദേശം ആരംഭിക്കുന്നത്. ആ പരിഹാരം ആത്മജ്ഞാന നിഷ്ഠയോടുകൂടിയിട്ടുള്ള സന്യാസത്തിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഉപദേശത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ സാരം. ഇവിടെയൊക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് അർജുനനും എന്നാൽ ഇവർ കൊല്ലപ്പെടുമല്ലോ എന്നുള്ളൊരു മരണഭയമാണ്. ഞാൻ കാരണം ഇവർ കൊല്ലപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു മരണം എന്നുള്ള ആ ഒരു ചിന്തയെ തന്നെയാണ് ഇവിടെ ഈ ഉപദേശത്തിൻ്റെ കാരണമായിട്ട് വരുന്നത്.
അവിടെയാണ് അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ എന്നുള്ള ഉപദേശം ആരംഭിക്കുന്നത്. അവിടെ ആത്മജ്ഞാനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് 11 മുതൽ 25 ശ്ലോകങ്ങൾ വരെ ഉപദേശിക്കപ്പെട്ടു. പിന്നീട് അതിനെ പ്രാപിക്കാനുള്ള പിന്നീട് 39 ശ്ലോകം 9 ശ്ലോകങ്ങൾ വരെ അതിനെ തന്നെ കുറച്ചും കൂടി അർജുനൻ്റെ തലത്തിലേക്ക് വന്ന് ഉപദേശിക്കുന്നു. പിന്നെ അതിനെ ഉപായമായിട്ടുള്ള യോഗ അനുഷ്ഠാനത്തെ ഉപദേശിക്കുന്നു. പിന്നെ ആ ഒരു ആത്മജ്ഞാന സ്ഥിതിയിലേക്ക് ഉയർന്നിട്ടുള്ള സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണത്തെക്കുറിച്ച് അർജുനൻ സംശയം ചോദിക്കുന്നു. അതിന് പിന്നീട് യോഗ മാർഗത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും അങ്ങനെ ആ തടസ്സങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. അങ്ങനെ ആ ഒരു ആത്മജ്ഞാനനിഷ്ഠയെ ഉപദേശിച്ചു കഴിഞ്ഞു. അങ്ങനെ പിന്നീട് അർജുനൻ്റെ സംശയങ്ങൾക്ക് അനുസരിച്ചാണ് ഗീത മുന്നോട്ട് പോകുന്നത്. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ജ്ഞാനം ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ജ്ഞാനമെങ്കിൽ എന്നെ എന്തിനാണ് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ആ കർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ശ്ലോകങ്ങൾ 4-ാം അധ്യായത്തിൽ അവതാര തത്വത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ക്രമികമായിട്ട് ആത്മജ്ഞാന നിഷ്ഠയെക്കുറിച്ചും ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. സമഗ്രമായിട്ടുള്ള കർമ്മത്തിനുപരിയായിട്ടുള്ള ജ്ഞാനനിഷ്ഠയെ ഉപദേശിച്ചു. അതുപോലെ തന്നെ 18-ാം ശ്ലോകത്തിൽ കർമ്മണ്യകർമ്മയെ പശ്യേത് അകർമ്മണിച്ച കർമ്മയഃ എന്ന ആ കർമാഭാവ ആത്മസ്വരൂപത്തിൻ്റെ കർമാഭാവത്തെ കുറിച്ചു പറഞ്ഞു. പിന്നീടും ആത്മസ്വരൂപത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു. പിന്നീട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്ന ശ്ലോകത്തിലൂടെ ആത്മസ്വരൂപത്തിൻ്റെ സർവത്തിലും ആത്മഭാവത്തെ കാണുന്നൊരു വിജ്ഞാനിയുടെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. അതിനെ യജ്ഞമായിട്ട് കണ്ട് ആ യജ്ഞസ്തുതി ചെയ്തു. സർവകർമ്മങ്ങളിലും യജ്ഞഭാവത്തിൽ കാണുന്ന ഒരു വിജ്ഞാനിയുടെ സ്ഥിതിയെ പറഞ്ഞു. പിന്നീട് ദൈവമേവാപരേ യജ്ഞ എന്ന് തുടങ്ങിയ അനേകം യജ്ഞങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സ്വാധ്യായ യജ്ഞം, സംയമനം യജ്ഞം, ഇന്ദ്രിയ സംയമനം, പ്രാണായാമ യജ്ഞം, അങ്ങനെയുള്ള അനേകം യജ്ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. തുടർന്ന് ആ ഒരു യജ്ഞത്തെ ഉപസംഹരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. യജ്ഞശിഷ്ടാശിനസ്സന്തോ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യക്കുരു സത്തമാ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യക്കുരു സത്തമാ. യജ്ഞശിഷ്ടാശിനഃ സന്തഃ
യജ്ഞശിഷ്ടാമൃതഭുജ, യജ്ഞശിഷ്ടമായിട്ടുള്ള അമൃതത്തെ ഭുജിക്കുന്നവർ. യാന്തി സനാതനം ബ്രഹ്മ, അവർ സനാതനമായിട്ടുള്ള ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നായം ലോകോസ്ത്യയജ്ഞസ്യ, യജ്ഞം നിർവഹിക്കാത്ത ആളെ സംബന്ധിച്ച് ന അയം ലോകഃ, ഈ ലോകം തന്നെ ലഭിക്കുന്നില്ല. കുതഃ അന്യഃ ഹേ കുരുസത്തമ, അല്ലയോ കുരുസത്തമ, യജ്ഞശിഷ്ടമായിട്ടുള്ള അമൃതം ഭുജിക്കുന്നവർക്ക് സനാതനമായിട്ടുള്ള ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയുന്നു. ഈ യജ്ഞത്തെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ഈ ലോകം തന്നെ ലഭിക്കുന്നില്ല. യജ്ഞശബ്ദം 3-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. യജ്ഞശബ്ദം അത് നമുക്ക് ശ്രദ്ധിക്കാം. യജ്ഞം എന്നുള്ള വാക്ക് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. യജ്ഞത്തെക്കുറിച്ച് യജ്ഞ ശബ്ദത്തിൻ്റെ അർത്ഥം ഇന്നലെ പരമാനന്ദപുരി സ്വാമിജിയുടെ പറഞ്ഞു. ദേവപൂജാസംഗതികരണ ദാനേഷു എന്ന് ഒരു ധാതു അർത്ഥം. ദേവപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ ചെയ്യുക, അത് യജ്ഞത്തിൻ്റെ ഒരു അർത്ഥമാണ്. അതുപോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള ഒരു അർത്ഥം ഉള്ളൊരു വാക്കാണ് യജ്ഞം. ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തന്നെ യജ്ഞമാണ്. ഈശ്വരാർപ്പണ ഭാവം വരുന്നതോടുകൂടി അത് യജ്ഞമായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനങ്ങളും അത് നമുക്ക് യജ്ഞഭാവത്തിൽ കാണാം. നമ്മളൊരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു സങ്കല്പമാണ് യജ്ഞം. യജ്ഞസങ്കല്പം എന്നുള്ളത് നമുക്ക് പരമ്പരയായിട്ട് ലഭിക്കേണ്ട ഒരു സങ്കല്പമാണ്. കാരണം വൈദികമായിട്ടുള്ള അനേക യജ്ഞങ്ങൾ വേദശാസ്ത്രങ്ങളിലൂടെയും വൈദികമായിട്ടുള്ള അനേക യജ്ഞങ്ങൾ ലോകത്തിൽ പ്രചരിതമായിട്ടുണ്ട്. അങ്ങനെയുള്ള അനേക യജ്ഞങ്ങൾ, അതൊക്കെ ഓരോ കർമ്മവും അതതിൻ്റെ യജ്ഞവിധാനത്തോടുകൂടി അനുഷ്ഠിക്കാനുള്ള മന്ത്രങ്ങൾ, അതിൻ്റെ കൽപ്പം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ, അതിൻ്റെ വിധിവിധാനങ്ങൾ, അതിനനുസരിച്ചൊക്കെ ഉള്ള യജ്ഞ വിധാനങ്ങളും അതിൻ്റെ സങ്കല്പങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ആ രീതിയിൽ അനുഷ്ഠിക്കുന്നതോടുകൂടി ആ യജ്ഞ സംസ്കാരം നമ്മളിൽ ഉണ്ടാവുകയും യജ്ഞത്തിലൂടെ ചിട്ടയായിട്ടുള്ളൊരു നമ്മുടെ മനോകായങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മുടെ അന്ധക്കരണ ശുദ്ധി, ആത്യന്തികമായിട്ടുള്ള യജ്ഞത്തിൻ്റെ ഫലം അതാണെങ്കിലും അതത് യജ്ഞത്തിലൂടെ അതത് കാമ ഫല പ്രാപ്തി അതൊക്കെ നമുക്ക് ലഭിക്കും. ലൗകികമായിട്ട് ചിന്തിക്കുമ്പോൾ യജ്ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ച അനേക യജ്ഞങ്ങൾ, ആ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ, അത് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾക്കുണ്ടാവുന്ന ഫലം, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന പരിവർത്തനം, അതാണ് യജ്ഞശിഷ്ടമായിട്ടുള്ള അമൃതം. അതിലൂടെ നമ്മൾ കഴിക്കുന്ന അന്നം, ഭക്ഷണം, അത് അമൃതമാണ്. ആ അമൃതമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ യജ്ഞത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. യജ്ഞമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ യജ്ഞ സംസ്കാരത്തിലൂടെ
കടന്നു പോകുന്നതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അതാണ് ഇവിടെ സനാതനമായിട്ടുള്ള ബ്രഹ്മത്തെ ആ യജ്ഞ സംസ്കാരത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ടുള്ള അമൃതം ഭുജിക്കുന്നതിലൂടെ സനാതനമായിട്ടുള്ള ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. സനാതനം ബ്രഹ്മപ്രാപ്തിയിലേക്ക് ആ യജ്ഞ സംസ്കാരത്തിലൂടെ അന്ധഃകരണ ശുദ്ധിയിലൂടെ നമ്മൾക്ക് എത്താൻ കഴിയുന്നു. അതാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലൂടെ അത് വിശദമായിട്ട് ആ യജ്ഞത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി ആ യജ്ഞം നിർവഹിക്കാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. യജ്ഞമായിട്ട് കർമ്മങ്ങളെ കാണാത്ത വ്യക്തികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഈ ലോകം തന്നെ ഇല്ല. ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നുണ്ടാവും, പക്ഷേ ഈ ലോകത്തിൻ്റെ മഹിമയൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം യജ്ഞത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നതിലൂടെ. പിന്നെ ഈ ലോകത്തിലെ മനുഷ്യലോകം തന്നെ സുഹൃതികളുടെ ലോകമാണ്. അത് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദുർലഭം മാനുഷ്യം ജന്മം എന്നൊക്കെ, ദുർലഭം ത്രയമേവൈതത്. അപ്പോൾ ഈ ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആ യജ്ഞകർമ്മം അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ലോകം തന്നെ ഇല്ലെങ്കിൽ പിന്നെ അന്യലോകത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതാണ് കുതഹ അന്യഹ. യജ്ഞം ചെയ്യാത്ത ആളെ സംബന്ധിച്ച് അന്യമായിട്ടുള്ള ലോകം തന്നെ ഇല്ല. മൂന്നാം അധ്യായത്തിലാണ് യജ്ഞത്തെക്കുറിച്ച് കുറച്ചുകൂടി യജ്ഞശബ്ദത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മൂന്നാം അധ്യായം ജ്യായസി ചേത് കർമ്മണസ്തേ എന്ന് തുടങ്ങുന്ന മൂന്നാം അധ്യായത്തിൽ രണ്ട് നിഷ്ഠകളെ കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗീനാം. ലോകത്തിൽ രണ്ട് നിഷ്ഠകൾ ഭഗവാനാൽ തന്നെ മുമ്പ് പറയപ്പെട്ടിട്ടുണ്ട്. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച്ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മമൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരാൾക്ക് നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് വരുന്നില്ല. കർമ്മങ്ങളെയൊക്കെ സന്യസിച്ചതുകൊണ്ട് കർമ്മസിദ്ധിയിലേക്കും ഉയരുന്നില്ല. പിന്നീട് നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതൈ ഹ്യവശകർമ്മ സർവപ്രകൃതി ചേർഗുണൈ. ഒരു നിമിഷം പോലും ഒരാൾക്ക് ഒരു കർമ്മവും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കർമ്മം നിരന്തരം നമ്മൾക്ക് വാസനകൾ കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതി ചേർഗുണൈ. നമ്മുടെ പ്രകൃതിയാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തയെ മനസ്സാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. കർമ്മേന്ദ്രിയങ്ങളൊക്കെ സംയമിച്ചിട്ട് ആരാണോ മനസ്സുകൊണ്ട് വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളയാൾ മിഥ്യാചാരനാണ്
എന്ന് പറയും. കർമ്മേന്ദ്രിയങ്ങൾ സംയമിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല. പ്രകൃതിയാൽ മനസ്സുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മിഥ്യാചാരന് ആവരുത് എന്നുള്ളതാണ് ഈ ഒരു ഉപദേശത്തിലൂടെ. പിന്നീട് യസ്ത് ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭത്തെ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് സംയമിച്ചിട്ട് കർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്നത്, ചെയ്യുന്നത്, അദ്ദേഹം അസക്തനായിട്ട് കർമ്മം ചെയ്യുന്നത്, അങ്ങനെയുള്ളയാൾ വിശിഷ്ടനാണ്. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ചിട്ട് സംഘം കൂടാതെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. കർമ്മങ്ങൾ ഏതായാലും നമ്മൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ അസംഗമായിട്ട് കർമ്മം ചെയ്യണം, കർമ്മം വാസന സംസ്കാരം എന്നുള്ളതിലൂടെ ഓരോ കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് സങ്കല്പത്തിനനുസരിച്ച് കർമ്മ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നു. ആ കർമ്മ സംസ്കാരങ്ങൾ വീണ്ടും വാസനകളായിട്ട് പരിണമിച്ച് വീണ്ടും കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. നീ നിൻ്റെ നിയതമായിട്ടുള്ള കർമ്മത്തെ ചെയ്യൂ. കർമ്മം ചെയ്യുന്നത് അകർമ്മത്തെക്കാളിലും കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാളിലും ശ്രേഷ്ഠമാണ്. കർമ്മം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ശരീരയാത്ര പോലും സാധ്യമല്ല, നിവൃത്തി പോലും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് നിക്ഷിപ്തമായിട്ടുള്ള ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നീടാണ് പറയുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഇവിടെയാണ് യജ്ഞം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്ന ഗീതയിൽ. യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതൊക്കെ തന്നെ കർമ്മബന്ധനത്തിന് കാരണമായിത്തീരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ബന്ധനം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. സ്വാതന്ത്ര്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബന്ധം നമുക്ക് അസഹ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ തന്നെ ബന്ധിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. യജ്ഞാർത്ഥമായിട്ടുള്ള അല്ലാത്ത കർമ്മങ്ങളൊക്കെ തന്നെ ലോകത്തിൽ ബന്ധകാരിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യജ്ഞം ആണ് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തമാക്കുന്നത്, നമ്മളെ സ്വതന്ത്രമാക്കുന്നത് യജ്ഞഭാവനയാണ്. അതുകൊണ്ട് യജ്ഞഭാവന, നമുക്ക് യജ്ഞഭാവന പെട്ടെന്ന് തന്നെ വരുമോ? എങ്ങനെയാണ് നമുക്ക് യജ്ഞഭാവന ഉണ്ടാവുന്നത്? യജ്ഞഭാവന ഉണ്ടാവാൻ പ്രാഥമികമായിട്ട് അനേകം സാധനകൾ, നാമജപാദികൾ, അങ്ങനെ അന്ധകരണത്തെ സംസ്കരിക്കുന്ന സാധനകളൊക്കെ ആവശ്യമാണ്. അവിടെയാണ് മൊത്തം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം തുടർന്ന് പറയുന്നത്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്ധം യേശോസ്തിഷ്ഠ കാമധുക്. നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് സഹയജ്ഞന്മാരായിട്ടാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി
അനേന പ്രസവിഷ്യദ്ധം യേശോസ്തിഷ്ടകാമധു. ഈ യജ്ഞങ്ങളിലൂടെ നിങ്ങൾ വർദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവായി തീരട്ടെ. നമ്മളൊക്കെ ഈ ലോകത്തിൽ നമ്മുടേതായിട്ടുള്ള കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഓരോ നിമിഷവും ഓരോ സാഹചര്യത്തിൽ എത്തുന്ന സമയത്തും നമുക്ക് ഈ ഒരു നമ്മുടെ ഇതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തിൽ ജീവിക്കുന്ന ജന്മം മുതൽ മരണം വരെ നമുക്ക് ഈ ഒരു ഭാവനയോടുകൂടി ലോകത്തിൽ ജീവിക്കാൻ കഴിയണം. കാരണം സഹയജ്ഞാഹ പ്രജാ സൃഷ്ടുവ, സഹയജ്ഞന്മാരായിട്ടാണ് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കർമ്മങ്ങളിലൂടെ അവ നമ്മളെ ആശ്രയിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഒരു പുൽക്കൊടി പോലും നമ്മളെ ആശ്രയിക്കുന്നുണ്ട്, അവ നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ യജ്ഞം ശരിയായിട്ട് നടക്കുന്ന അതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു യജ്ഞ ചക്രത്തിന്, യജ്ഞ സംവിധാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുന്ന സമയത്ത് നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രകൃതിയും നമ്മളുമായിട്ടുള്ളൊരു പാരസ്പര്യം അത് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ഈ ഒരു സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി. ഇത് ഈ ഒരു യജ്ഞ സങ്കല്പത്തെ, ഈ യജ്ഞസങ്കല്പം ആണ് നമ്മളെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് പ്രേരണയായി തീരുന്നത്. തുടർന്ന് ആ യജ്ഞത്തെക്കുറിച്ച് തന്നെ പറയുന്നു. ദേവാൻ ഭാവയേതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയഃ പരമാപ്സ്യത. ദേവന്മാർ, പ്രകൃതി ശക്തികളായാലും ഇന്ദ്രൻ തുടങ്ങിയുള്ള ദേവതകളായാലും നമ്മൾ ദേവതകളായിട്ട് സങ്കല്പിക്കുന്ന എല്ലാ ദേവതകളും, ആ ദേവതകളെയൊക്കെ നമ്മൾ ഭാവിപ്പിക്കുന്നതിലൂടെ, നമ്മളുടെ കർത്തവ്യം നിർവഹിക്കുന്നതിലൂടെ, ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവുന്നു. നദികൾ ദേവതകളാണ്, പഞ്ചഭൂതങ്ങളൊക്കെ ദേവതകളാണ്, വൃക്ഷം ദേവതയാണ്. അങ്ങനെ ഒരു യജ്ഞ, ഒരു പ്രകൃതി മാതാവ് എന്നുള്ളൊരു ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പം, അതൊക്കെ ഈ ഒരു വൈദികമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ളതാണ്. ആ ദേവതകളെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതിലൂടെ അവയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ പരസ്പരം ഭാവിപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ശ്രേഷ്ഠതയിലേക്ക് ഉയരാൻ കഴിയുന്നത്. ദേവതാ അനുഗ്രഹത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥതയുടെ മാർഗത്തിൽ നയിക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ആരാണോ ഇതിൽ നിന്ന്, ഈ യജ്ഞത്തിൽ നിന്ന്, ദേവന്മാരെ പോഷിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത, ദേവന്മാർ തരുന്ന ഐശ്വര്യങ്ങളൊക്കെ സ്വീകരിച്ച് പകരം നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾ കള്ളനാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ആ ഒരു ദോഷം നമുക്ക് ബാധിക്കരുത്. ആ ദേവതയുടെ പ്രീതിയോടുകൂടി, കൃതകൃത്യതയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ട, ഇവിടെയും പറയുന്നു യജ്ഞശിഷ്ടാശിനസന്തോ,
മുച്യന്തേ സർവകിൽബിഷൈ. കിൽബിഷം എന്ന് പറഞ്ഞാൽ പാപം. യജ്ഞശിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർ, സത്തുക്കൾ, യജ്ഞശിഷ്ടാശിന സന്തോ, അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി തീരുന്നു. ആരാണോ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത്, അവർ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു യജ്ഞത്തിൻ്റെ പാരസ്പര്യത്തെ അറിഞ്ഞ് ആ യജ്ഞ ശൃംഖലയെ പാലിക്കാതെ ഒരിക്കലും നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു താക്കീതായിട്ടാണ് നമുക്ക് ഈ ഒരു ശ്ലോകം. യജ്ഞശിഷ്ടമായിട്ടുള്ള അന്നം ഭുജിക്കുന്നവർ സർവപാപത്തെയും അതിക്രമിക്കുന്നു. പിന്നീട് ഒരു യജ്ഞചക്രം, അത് ഈ യജ്ഞ ചിന്തയിൽ പ്രധാനം ആണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാദ് ഭവന്തി ഭൂതാനി, സർവഭൂതങ്ങളിലും അന്നത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പർജന്യാദന്ന സംഭവ, മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാവുന്നത്. യജ്ഞാദ് ഭവതി പർജന്യ, യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാവുന്നത്. യജ്ഞം കർമ്മസമുദ്ഭവമാണ്. യജ്ഞം കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കർമ്മത്തിലുള്ള ഭാവനയാണ് യജ്ഞം. യജ്ഞഭാവന കർമ്മസമുദ്ഭവമാണ് എല്ലാ യജ്ഞങ്ങളും. അപ്പം ആ ഒരു പ്രകൃതിയുടെ ഒരു യജ്ഞചക്രത്തെ പറയാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മാക്ഷര സമുദ്ഭവം. കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു, വേദത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ബ്രഹ്മ അക്ഷര സമുദ്ഭവം, ബ്രഹ്മം അക്ഷരത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. തസ്മാത് സർവഗതം ബ്രഹ്മം, അതുകൊണ്ട് സർവഗതമായിട്ടുള്ള ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ ആചരണങ്ങളൊക്കെ തന്നെ വേദ ഉപദേശവും ബ്രഹ്മവും ഇതെല്ലാം തന്നെ ഈ ഒരു യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. സർവഗതം ബ്രഹ്മ നിത്യവും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. ഈ ഒരു യജ്ഞം നിരന്തരം നടക്കുന്ന ഒരു യജ്ഞമാണ്. ഒരു യജ്ഞചക്രം നമ്മളൊക്കെ പ്രകൃതി ലോകസൃഷ്ടിയെ പല ശാസ്ത്രങ്ങളിലും പല രീതിയിൽ പറയും. ഉപനിഷത്തുകളിലൊക്കെ ആകാശാദ് വായു, വായുരഗ്നി, അഗ്നേരാപഹ, അദ്ഭ്യപൃഥ്വിയ, പൃഥിവ്യ ഓഷധയ, ഓഷധീഭ്യോ അന്നം എന്നൊക്കെയുള്ള പ്രപഞ്ച സൃഷ്ടിയെ നമ്മൾ അനേക ഉപനിഷത്തുകൾ പല പല രീതിയിൽ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു രീതിയിൽ ഗീതയിൽ ഉപദേശിക്കപ്പെടുന്ന ഒരു ലോക സൃഷ്ടിയെ ആണ് ഇവിടെ, അല്ലെങ്കിൽ ഈ ഒരു യജ്ഞചക്രത്തെ സൃഷ്ടിയെയാണ് ഇവിടെ പറയുന്നത്. ആ സൃഷ്ടി എല്ലാം തന്നെ യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അപ്പോൾ ഈ ഒരു മൊത്തം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള യജ്ഞസങ്കല്പം, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ഈ യജ്ഞസങ്കല്പത്താലാണ് ശ്രേഷ്ഠമായി തീരുന്നത്. അപ്പോൾ ഈ ഒരു യജ്ഞഭാവനയാണ് നമ്മൾക്ക് സർവകർമ്മങ്ങളിലും മനോവാക്കായങ്ങളായിട്ടുള്ള സർവകർമ്മങ്ങളിലും നമുക്ക് ഉണ്ടാവേണ്ട ഭാവന. ആരും ഒരു പ്രത്യേകമായിട്ട് വേറെയായിട്ട് ഇല്ല.
നമുക്ക് സ്വാർത്ഥമായിട്ടൊരിക്കലും ചിന്തിക്കാൻ തന്നെ കഴിയില്ല. നമ്മുടെ ശരീരമായാലും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന അതായാലും ഒക്കെ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യവും നമ്മുടെ ജീവിതവും ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാനും അങ്ങനെ ഒരു വിവേകത്തോടു കൂടി ജീവിതം നയിക്കാനും ആ വിവേകം, ആ ഒരു അറിവ് സദാ നമ്മളിൽ നിലനിർത്തുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം പാപങ്ങളില്ലാതെ, പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, അന്ധകരണ ശുദ്ധിയിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച ശ്ലോകം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം. സനാതനമായിട്ടുള്ള ബ്രഹ്മത്തെ, യജ്ഞശിഷ്ടമായിട്ടുള്ള അമൃതം എന്ന് തന്നെ ആ ഒരു മരണരഹിതമായിട്ടുള്ള സ്വരൂപത്തെ ആണ്. ആ അമൃത സ്വരൂപം തന്നെയാണ് ബ്രഹ്മം. അതിനെ പ്രാപിക്കുന്നത്, അതിന് പ്രാപിക്കാൻ കാരണമായി തീരുന്നത് ഈ ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിലൂടെ അമൃത സ്വരൂപത്തിലേക്ക് ഉയരണമെങ്കിൽ അനേകം യജ്ഞങ്ങൾ, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള അനേക യജ്ഞങ്ങളെ ഒക്കെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഗുണഘടനയ്ക്കും അവസ്ഥയ്ക്കും അനുസരിച്ച് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കണം. നിരന്തരം യജ്ഞം അനുഷ്ഠിക്കുന്നതിലൂടെ ഈ യജ്ഞത്തിൻ്റെ പാരസ്പര്യത്തെ, ഈ ഒരു പ്രകൃതിയും നമ്മളും തമ്മിലുള്ള പാരസ്പര്യത്തെ തിരിച്ചറിയാനും, അങ്ങനെ ആ ഒരു യജ്ഞത്തിലൂടെ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നുള്ള ആ ഒരു പരമമായിട്ടുള്ള തലത്തിലേക്ക് ഉയരാനും നമുക്ക് കഴിയുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം, 32ാമത്തെ ശ്ലോകം. ഏവം ബഹുവിധാ യജ്ഞാഃ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാ യജ്ഞാഃ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാ യജ്ഞാഃ, ഇപ്രകാരം ബഹുവിധാഃ അനേകവിധം, യജ്ഞാഃ വിതതാ വിസ്തീർണഃ ബ്രഹ്മണോ മുഖേ വേദമുഖത്തിൽ നിന്ന്. വേദമുഖത്തിൽ അനേകം യജ്ഞങ്ങൾ വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ, എല്ലാം തന്നെ കർമ്മജങ്ങളാണ്. കർമ്മജാൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തോടു കൂടിയ, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നവ. വിധി നീ അറിയൂ. താൻ സർവാൻ, അവയെല്ലാം. ജ്ഞാത്വാ വിമോക്ഷ്യസേ, ഇവയെ അറിഞ്ഞിട്ട് നീ മുക്തനായി തീരൂ. അനേക യജ്ഞങ്ങൾ വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള അനേക യജ്ഞങ്ങളുണ്ട്. നമുക്കറിയാം, അഗ്നിഹോത്രം പോലുള്ള നിത്യവും ചെയ്യേണ്ട യജ്ഞം മുതൽ വാജപേയം വരെയുള്ള അനേക യജ്ഞങ്ങൾ നമുക്കറിയാം. ഈ യജ്ഞങ്ങളൊക്കെ പണ്ടുകാലത്ത് നല്ല രീതിയിൽ ഓരോ വീടുകളിലും അഗ്നിഹോത്രം നടന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ചുരുങ്ങി ഒരു വിളക്ക് വെക്കുന്ന ഇതിൽ എത്തി. നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നത്, പ്രഭാതത്തിൽ വിളക്ക് വെക്കുന്നത്, ഇതൊക്കെ ഒരു ആ
അഗ്നിഹോത്രത്തിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണെന്ന് പറയും. അപ്പോൾ ആ യജ്ഞങ്ങളെങ്കിലും നമ്മളിന്ന് നിർവഹിക്കുന്നുണ്ടോ ഓരോ വീടുകളിലും? അപ്പോൾ ആ യജ്ഞത്തിലൂടെയാണ് വൈദികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മൾ ചെയ്യേണ്ടുന്ന ലളിതമായിട്ടുള്ള യജ്ഞങ്ങളെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ആ യജ്ഞത്തിലൂടെയാണ് നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് ഉയരാൻ കഴിയുന്നത്. നമ്മൾ അനേകം ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കും, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ അനുഷ്ഠാനത്തിലാണ്. അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ അനുഷ്ഠാനത്തിൽ എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്ര മാറ്റം ഇതിലൂടെ വരുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾക്ക് ആ കർമ്മം നമ്മളെ ബാധിക്കും, നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രം ഒരു ഭാഗത്ത് നമ്മൾ കേട്ടതുണ്ടാവും, അത് ക്രമേണ മറന്നുപോകും. അതുകൊണ്ട് ഈ യജ്ഞങ്ങൾ നിരന്തരം നമുക്ക് ഓരോരുത്തർക്കും ഓരോ യജ്ഞം ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് അനേക യജ്ഞങ്ങൾ, അനേക ആരാധനാ വിധാനങ്ങൾ, ഉപാസനാ പദ്ധതികൾ, അതുപോലെ തന്നെ സേവന മേഖലകൾ, കർമ്മം. നമുക്ക് അധിക സമയമൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ ഉപാസന ചെയ്യാനോ ഒന്നും കഴിഞ്ഞു വരില്ല. നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് ഓരോ സമയത്തെയും വിനിയോഗിക്കാൻ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്, നമ്മുടേതായിട്ടുള്ള മേഖലയെ. അങ്ങനെ ജീവിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വ വികാസം ഓരോ സമയവും നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇന്നലെ സ്വാമിജി പറഞ്ഞു, തത്വരൂപാനന്ദ സ്വാമിജി പറഞ്ഞു, തുല്യമായിട്ട് നമുക്കൊക്കെ ലഭിക്കുന്നത് സമയം മാത്രമാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന സമയം നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആ മാറ്റങ്ങളെ ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുപായങ്ങളാണ് വൈദികമായിട്ടുള്ള അനേകം യജ്ഞങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള യജ്ഞങ്ങളെ കുറിച്ച് കേൾക്കാനും അതിനൊക്കെ സാധ്യത വരുന്ന സമയത്ത് നമുക്ക് ഉപാസിക്കാനുള്ള, നമുക്ക് താല്പര്യം ഉള്ള യജ്ഞങ്ങളെ, കർമ്മങ്ങളായാലും അതിലൂടെ വേണം നമുക്ക് ഉയരാൻ. അത് സ്വയം തിരിച്ചറിയേണ്ടതാണ് നമ്മൾ. അതിലൂടെ ആ സ്വയം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഉയരാൻ കഴിയണം. അതിന് ഏതൊക്കെ എനിക്ക് യോജിക്കുന്നതാണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും നമ്മളാണ്. അങ്ങനെ ജീവിക്കുന്നതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ ശരിയായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. സമയം വളരെ അമൂല്യമാണ്. സമയത്തെ ശരിയായിട്ട് വിനിയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചിലപ്പം ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് അതിനെ ശരിക്ക് സ്വീകരിക്കാനും അതിനെ നമ്മുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും കഴിയണം. അതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ആനന്ദപ്രാപ്തിയിലേക്ക്, നമ്മൾ ആ സ്വരൂപം തന്നെയാണെങ്കിലും ഗീതയിൽ തന്നെ പറയും, അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ജ്ഞാനത്തിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അനേക മറവുകളുണ്ട്. ആ മറവുകൾ നീക്കുക മാത്രമാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ജ്ഞാനം സിദ്ധവസ്തുവാണ്.
അതൊരിക്കലും കർമ്മത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതല്ല. കൃതിമഹോദധൗ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം എന്ന് പറയും. കർമ്മങ്ങളൊക്കെ അശാശ്വതമായിട്ടുള്ള ഫലങ്ങളെ തരുന്നതാണ്, മോക്ഷഗതിയെ നിരോധിക്കുന്നതാണ്. അതിനെ, ആ കർമ്മത്തെ തന്നെ യജ്ഞഭാവനയോടുകൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിൻ്റെ ഫലം മാറുക. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കർമ്മജാൻ വിധിതാൻ സർവാൻ. എല്ലാം കർമ്മജങ്ങളാണ്, കർമ്മം തന്നെയാണ്. ഈ കർമ്മത്തിലൂടെ നേടുന്നതാണ് ഈ യജ്ഞങ്ങളൊക്കെ തന്നെ. ആ കർമ്മത്തിലൂടെ നേടാൻ കഴിയുന്നതാണ് ഈ യജ്ഞങ്ങൾ എന്ന് പറയുന്നതിലൂടെ തന്നെ ആ കർമ്മം നമ്മളെ ഏത് തലം വരെ എത്തിക്കും? അന്ധകരണ ശുദ്ധി വരെ എത്തിക്കും. ആ അന്ധകരണ ശുദ്ധിയിലൂടെയാണ്, ആ അന്ധകരണ ശുദ്ധി ആണ് മോക്ഷത്തിന് കാരണമായി തീരുന്നത്. ഈ കർമ്മത്തിൻ്റെയൊക്കെ പരിധിയെ അറിയുന്നതിലൂടെ നമ്മൾ മുക്തരാകുന്നു എന്നാണ് പറയുന്നത്. കർമ്മജങ്ങളാണ് ഈ യജ്ഞങ്ങളൊക്കെ എന്നറിഞ്ഞ് ആ അറിവ് തന്നെ മുക്തിക്ക് കാരണമാണ്. ആത്മസ്വരൂപത്തെ അനേകം ശ്ലോകങ്ങളിലൂടെ ഉപനിഷത്ത് പറയും. ഗീതയിൽ തന്നെ അശോച്യാനന്വശോച നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേപ്തയന്ത്യാപോ എന്നൊക്കെ പറയും. അവിനാശിതു തദ്ധിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി അന്തവന്ത ഇമേ ദേഹ നിത്യസ്യുക്ത ശരീരിണഃ. അപ്പം ആ ഒരു അവിനാശിയായിട്ടുള്ള ആത്മസ്വരൂപമാണ് ഞാൻ. അത് ഒരു കർമ്മത്തിലൂടെയും നേടേണ്ടതല്ല. ആ സ്വരൂപത്തെ അറിഞ്ഞ് അതിൽ ആ സ്വരൂപമാണ് ഞാൻ, ബാക്കിയൊക്കെ എൻ്റെ ബാഹ്യ പ്രകൃതികളാണ്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രകൃതിയാൽ ഞാൻ ചെയ്യപ്പെടുന്നതാണ് എന്ന തിരിച്ചറിവ്, അതാണ് മുക്തിക്ക് കാരണമായി തീരുന്നത്. ആ ഒരു ജ്ഞാനത്തിൽ ഉറയ്ക്കുക എന്നുള്ളതിനെയാണ് ഈ ഒരു കർമ്മങ്ങളുടെ ഒക്കെ ഫലം. 18-ാം ശ്ലോകത്തിൽ നമ്മൾ ചിന്തിച്ചു, കർമ്മങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെ നമ്മുടെ ബാഹ്യപ്രകൃതിയാണ്. ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ വിശ്രമിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അന്ധകരണത്തിലൂടെ ഞാൻ ചെയ്യുന്ന കർമ്മത്തെയാണ് എന്നിൽ അകർമ്മസ്വരൂപമായിട്ടുള്ള എന്നിൽ അധ്യാരോപിക്കുന്നത്. ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ആ പ്രകൃതി ചെയ്യുന്ന അന്ധകരണങ്ങൾ, മനോബുദ്ധി, അഹങ്കാരങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് എന്നിൽ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ആ കർമ്മസ്വരൂപമാണ്. ഇത് പരസ്പരം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഇതിന് 18-ാം ശ്ലോകത്തിലൊക്കെ അനേക ഉദാഹരണങ്ങളൊക്കെ പറയും. നമ്മൾ ഒരു തോണി അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിപരീത ദർശനമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള വൃക്ഷങ്ങളായാലും ബിൽഡിങ്ങുകളായാലും ഒക്കെ പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്
ദൂരെയുള്ള ഒരു തോണി അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അത് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള വിപരീത ജ്ഞാനമാണ്. ആ ജ്ഞാനമാണ് നമുക്ക് സ്വതവേ നമ്മൾ ജനിച്ചത് മുതൽ ആ ജ്ഞാനത്തിലാണ് നമ്മൾ അഭിരമിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നു, ശരീരം ഇന്ദ്രിയ മനോബുദ്ധികളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ അകർമ്മസ്വരൂപമായിട്ടുള്ള ആത്മാവിൽ അധ്യാരോപിച്ച് അങ്ങനെയാണ് നമ്മളെ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നത്. അകർമ്മസ്വരൂപമായിട്ടുള്ള ആത്മസ്വരൂപത്തെ ഒട്ട് തിരിച്ചറിയുന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ശരീര അഹംബുദ്ധി നമ്മളിൽ നിന്ന് മാറിക്കിട്ടാനും ആ ശാശ്വതമായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാനും അതിനുവേണ്ടിയാണ് ഇവിടെ 18-ാം ശ്ലോകത്തിൽ കർമ്മണ്യകർമ്മയ്യ പശ്യേത് അകർമ്മണി ച അകർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സംയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന് ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്ന ആ ഒരു ബുദ്ധി, അകർമ്മസ്വരൂപമായിട്ടുള്ള ആത്മസ്വരൂപത്തിൽ കർമ്മത്തെയും അകർമ്മസ്വരൂപമായിട്ടുള്ള ആ ആത്മസ്വരൂപത്തിൻ്റെ ചൈതന്യത്താലാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഇന്ദ്രിയ അന്ധകരണ ശരീര പ്രകൃതിയോടുകൂടിയൊക്കെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തന്നെ അകർമ്മസ്വരൂപമായിട്ടുള്ള ആത്മസ്വരൂപത്തിൽ നമ്മൾ മിഥ്യയായിട്ട് അധ്യാരോപിക്കുകയാണ്, അധ്യസിക്കുകയാണ്. അധ്യാസം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം യദന്യത്ര വിഭാവ്യതേ ഭ്രമാത് അധ്യാസമിത്യാഹുരമും വിപശ്ചിത. അന്യമായിട്ടുള്ള ഒന്നിനെ മറ്റൊന്നിൽ അധ്യസിക്കുകയാണ്. കയറിൽ സർപ്പത്തെ അധ്യസിക്കുകയാണ്. അങ്ങനെ ആ ഒരു മിഥ്യാജ്ഞാനത്തിൽ നിന്ന് ആ മിഥ്യാജ്ഞാനത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപനിഷത്തുകളിലൊക്കെ തന്നെ ഈ മണ്ണിൻ്റെ ഉദാഹരണം പറയും ഉപനിഷത്തിൽ. മണ്ണും കുടവും തന്നെ വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. ഒരു കുടം ഉണ്ടായാലും കുടം ഉടഞ്ഞില്ലാതായാലും അവിടെ സത്യമായിട്ടുള്ള മണ്ണിന് മാറ്റമൊന്നും വരുന്നില്ല. അത് 3 കാലത്തിലും മണ്ണ് മാത്രമാണ്. അതേപോലെ തന്നെ സ്വർണത്തിൽ ആഭരണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആഭരണ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ആഭരണങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ വാസ്തവികമായിട്ടുള്ള പാരമാർത്ഥിക ദൃഷ്ടിയിൽ ചിന്തിക്കുന്ന സമയത്ത് സ്വർണം മാത്രമേ സത്യമുള്ളൂ. ഇത് ഒരു പ്രാവശ്യം കേട്ടാലോ 2 പ്രാവശ്യം കേട്ടാലോ ഒന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. അത് ഏകദേശം ഒരു ബോധമൊക്കെ വരും നമുക്ക്. പക്ഷേ അത് വീണ്ടും ആ വ്യവഹാരത്തിലേക്ക് പോകുന്ന സമയത്ത് അതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ അതിനെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിലൂടെ, അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആവർത്തനം ഒരു ദോഷമല്ല എന്ന് പറയും. ആവൃത്തി രസകൃതുപദേശാത്. വീണ്ടും വീണ്ടും കേൾക്കുന്നതിലൂടെ ഛാന്തോഗ്യോപനിഷത്തിൽ തത്വമസിയൊക്കെ ഉപദേശിക്കുന്നത് 9 പ്രാവശ്യം ഉപദേശിക്കുന്നുണ്ട്. ഓരോ ദൃഷ്ടാന്തങ്ങളിലൂടെ ശ്വേതകേതുവിന് തത്വമസി മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഉപദേശത്തിലൂടെയും അജ്ഞാനത്തിൻ്റെ ആവരണങ്ങൾ കുറച്ച് ഇല്ലാതായി. അങ്ങനെ സ്വതവേ നമുക്ക് വിചാര ശക്തി നമുക്കുണ്ടല്ലോ. നമ്മൾ എന്തിനേയും വിവേകത്തോടു കൂടി നമ്മൾ സ്വീകരിക്കും.
മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. കാര്യകാരണ സഹിതം ശാസ്ത്രം പറയുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. നമുക്ക് ശരിയാണ് എന്ന ബോധ്യം വരുന്നതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് നമുക്ക് ഈ ഒരു ശാസ്ത്ര പഠനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ശങ്കരഭാഷ്യ പഠനത്തിലൂടെ. ശങ്കരഭാഷ്യം ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനിക്കുന്ന സമയത്തും അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല, അത് വിശദമായിട്ട് അന്നത്തെ ശാസ്ത്രത്തിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള ലോകത്തിലെ ദർശനങ്ങളെ ഒക്കെ അനുസരിച്ച് അതിനെയൊക്കെ ഇതിലങ്ങനെയുള്ള ഇപ്പം നമ്മുടെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും അധികം ഈ 18-ാം അധ്യായത്തിൻ്റെ ഭാഷ്യത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഉണ്ടായിട്ടുള്ള ദർശനങ്ങളെയൊക്കെ വെച്ചിട്ടാണ് പൂർവപക്ഷത്തെ ഉന്നയിച്ച് അതിന് സമാധാനം കണ്ടുകൊണ്ട് അതിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ ശാസ്ത്രം പറഞ്ഞ് പോകുന്നതല്ല. അതുപോലെ തന്നെ ഓരോ വാക്യത്തിൻ്റെയും ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് ലഭിക്കുന്നത് ഭാഷ്യത്തിലൂടെയാണ്. ആ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ സ്വാമിജി പറയുന്ന അർത്ഥത്തിലൂടെയാണ് അതിലേക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ശ്രുതി ആ ശാസ്ത്രങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള ശ്രുതിയെ ഉദ്ധരിക്കുന്നുണ്ട്, സ്മൃതിയെ ഉദ്ധരിക്കുന്നുണ്ട്, ധർമ്മശാസ്ത്രങ്ങളെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ യുക്തിയെയും. അതുപോലെ ഉപദേശിക്കുന്ന ആചാര്യന്മാരെ നേരത്തെ പറഞ്ഞ് നമുക്ക് ആ ഒരു യുക്തിബോധം സ്വതവേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപദേശിക്കുന്ന ആരുപദേശിച്ചാലും അതിൽ എന്തെങ്കിലും അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഏതൊരു കാര്യമായാലും നമുക്ക് വിശ്വാസത്തിൽ വരും. അപ്പം ആ അനുഭവത്തിൻ്റെ ദാർഢ്യവും കൂടി ഈ ഒരു ശാസ്ത്രത്തിലൊക്കെ ഉപദേശ പരമ്പരയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മളുടെ യുക്തിചിന്തയിലൂടെ ഈ നമ്മുടെ സ്വരൂപത്തെ ശരിയായി ബോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് അനേക ശാസ്ത്രങ്ങളിലൂടെ ആത്മസ്വരൂപത്തെ വിശദമാക്കുകയാണ്. അതിന് ഉണ്ടാവുന്ന തടസ്സങ്ങളെ, ആ വിചാരത്തിൽ നമുക്കുണ്ടാവുന്ന തടസ്സങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ നീക്കം ചെയ്യുകയാണ്. അപ്പം 2-ാം അധ്യായത്തിൽ പറയും ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ. അപ്പോൾ നമ്മളൊരു വിഷയത്തെ കാണുന്ന സമയത്ത് തന്നെ അതുമായിട്ട് സംഘം നമുക്കുണ്ടാവുന്നു. ആ സംഘം പിന്നീട് ക്രമികമായിട്ട് ബുദ്ധിനാശാത് പ്രണശ്യതി എന്നുള്ള തലത്തിലേക്ക് വരെ എത്തുന്നു. അത് സാധാരണക്കാരെ സംബന്ധിച്ചും മറ്റ് ഈ ഒരു അനേകം വർഷങ്ങൾ ശാസ്ത്രം കേട്ട ആളുകളെ പറ്റി സംബന്ധിച്ചും സാധനകൾ അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചുമൊക്കെ ഈ ഒരു വിഷയം ഉള്ളത് തന്നെയാണ്. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ എന്ന് പറയും. എത്ര തന്നെ പ്രയത്നം ചെയ്യുന്ന ആളുകളെ ആയാലും ആ ഇന്ദ്രിയങ്ങൾ പ്രമഥനം ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. നമ്മൾ കാണുന്ന ഇന്ദ്രിയ വസ്തുക്കളൊക്കെ തന്നെ അതിൽ നമ്മൾക്കുണ്ടാവുന്ന സങ്കല്പങ്ങൾ അതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അതിലൂടെ നമ്മൾക്ക് അറിയാതെ സംഘം ഉണ്ടാവുന്നു. 3-ാം അധ്യായത്തിൽ പറയും നമ്മളെ മനസ്സ് നമ്മളെ നിയന്ത്രണത്തിലാണ്, മനസ്സിൽ സ്വതന്ത്രമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക.
നമുക്ക് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്, ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാന മുച്യതേ എന്ന് പറയും. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ഒക്കെ തന്നെ ആഗ്രഹങ്ങൾ, കാമങ്ങൾ ഉണ്ട് എന്ന് പറയും. കാമം, ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ എങ്ങനെയുണ്ടാവുന്നത്? സങ്കല്പാത്വം ഹി ജായസേ കാമജാനാമി തൈർമൂലം സങ്കല്പാത്വം ഹി ജായസേ. സങ്കല്പങ്ങൾ ഉണ്ടാവുന്നതോ? സങ്കല്പങ്ങൾ നമ്മളെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത എന്ന് പറയും. അതായത് അർജുനൻ സംശയം ചോദിക്കുകയാണ്, ആരാൽ നിശ്ചയിക്കപ്പെട്ടിട്ടാണ് അനിച്ഛന്നപി വാർഷ്ണേയ, ഇച്ഛിക്കുന്നില്ലെങ്കിൽ പോലും മനുഷ്യനിലേക്ക് കാമം വരുന്നത്? അവിടെയാണ് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ഒക്കെ സ്വതവേ തന്നെ കാമങ്ങൾ ഉണ്ട് എന്ന് പറയും. അത് അതിൻ്റെ സ്വരൂപമാണ്, സ്വഭാവമാണ്. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യത്തെ ഏതേർ വിമോഹയത്യവ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇതിനിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ മോഹിപ്പിച്ചിട്ട് ജ്ഞാനസ്വരൂപത്തെ ആവരണം ചെയ്യുന്നു. 3 പ്രകാരത്തിൽ ആവരണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അത് അവിടെ പറയും. അപ്പം അനേകം തടസ്സങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്കുണ്ട്. ഉപനിഷത്തിൽ പറയും, പരാഞ്ചിഖാനി വ്യതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഏതോ ഒരു ധീരൻ അവയൊക്കെ ഉൾവലിപ്പിച്ച് പിന്തിരിപ്പിച്ച് പ്രത്യേകാത്മാവിനെ ഇച്ഛിച്ചുകൊണ്ട്, അമൃതത്വത്തെ ഇച്ഛിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. ഗീതയിലും പറയുന്നുണ്ട്, ധീരനാവാൻ വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി, അത് നമ്മുടെ വിവേകം ആണ്. ആ ഒരു വിവേകത്തെ, നമ്മളിലുള്ള വിവേകത്തെ സദാ ജാഗ്രതയോടുകൂടി നമുക്ക് നിർത്താൻ കഴിഞ്ഞാലേ ഈ ഒരു സത്സംഗങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഭാഗവതത്തിൽ പറയും, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേക. നമ്മളിൽ വിവേകം ഉണ്ടാവാനുള്ള കാരണം സത്സംഗമാണ്. സത്തുമായിട്ടുള്ള, ഇങ്ങനെയുള്ള സദ്ഗ്രന്ഥങ്ങളുമായിട്ടുള്ള പാരായണങ്ങൾ, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ആ സത്സംഗം നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അജ്ഞാനഹേതുകൃത മോഹ മഹാന്ധകാരം, അജ്ഞാനത്താലുണ്ടാവുന്ന അന്ധകാരത്തെ, ആ അന്ധകാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ വേറൊരു വഴിയില്ല, സത്സംഗം മാത്രമേ വഴിയുള്ളൂ. ഈ സത്സംഗത്തിലൂടെ ശാസ്ത്രത്തിൻ്റെ ആ ഒരു സാമീപ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ, ആ ഒരു മഹത്വത്തെ വിടാതെ കൊണ്ടുപോകേണ്ടത് നമുക്ക് നമ്മുടെ ധർമ്മമാണ്.
മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധേ എന്ന് പറയും. അനേകം ആളുകളിൽ കുറച്ച് ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ തന്നെ അനേകം ആളുകളിലും വളരെ കുറച്ച് ആളുകളെ ഇതിനെ പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ. പരീക്ഷ എഴുതുന്ന എല്ലാവരും വിജയിക്കുന്നില്ലല്ലോ. പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ ഓരോ അനുഭവങ്ങളെയും ഓരോ നിമിഷത്തെയും നമുക്ക് കാണാൻ കഴിയുന്ന സമയത്താണ് ശരിയായ ഈ ഒരു ജന്മത്തിൻ്റെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആത്മസ്വരൂപത്തെ അനേകം രീതിയിൽ ഉപനിഷത്തുകളിലൊക്കെ തന്നെ അതാണ് പറയുന്നത്. നിലസ്വാമിജി പറഞ്ഞു, മരണം എന്നുള്ള ഒരു മരണത്തെ കുറിച്ചുള്ളൊരു സംശയം വന്നപ്പോലെ കഠോപനിഷത്തിലൊക്കെ പറയുന്നത് ഇതാണ്. യമനോട് ചോദിക്കുന്ന മൂന്നാമത്തെ വരം ഇതാണ്. യേയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേനായമസ്തീതി ചെയ്യേ ഏതദ്വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയ. മരിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട് എന്ന് പറയുന്നുണ്ട്, ചിലരില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നിർണയം അതിനധീനമാണ് ആത്മജ്ഞാനം. അതുകൊണ്ട് ആ ഒരു വിദ്യ സ്വാമിജി അത് പറഞ്ഞു. ഇങ്ങനെ അതിൽ അനേകം പരീക്ഷണങ്ങൾ, അതിന് യോഗ്യത ഉള്ള ആൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അയോഗ്യതയ്ക്ക് പരീക്ഷണങ്ങൾ വരും. ആ യോഗ്യത ഉള്ളവരാണ് നമ്മളെല്ലാവരും. ന വിത്തേന തർപ്പണീയോ മനുഷ്യ. മനുഷ്യന് ഒരിക്കലും ധനം കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടവനല്ല. ധനം നമുക്ക് വേണം, പക്ഷേ ധനത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. ധനം, ശരിയായിട്ടുള്ള ധനം ആ ഒരു യോഗ്യത, ശാസ്ത്ര ശ്രവണത്തിനുള്ള യോഗ്യതയാണ്. അങ്ങനെ ആ യോഗ്യതയെ പരീക്ഷിച്ച് അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അവിടെ ഉപദേശിക്കുന്നുണ്ട്. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ഹർഷശോകൗവി ജഹാതി. ആ ഒരു ആത്മസ്വരൂപം തം ദുർദർശ ദുഃഖം സഹിച്ച് ദർശിക്കപ്പെടേണ്ടതാണ്. ഗൂഢമാണ്, രഹസ്യമാണ്. അനുപ്രവിഷ്ടം, അത് പ്രത്യേകാത്മാ എന്നൊക്കെ നമ്മൾ പറയും. അത് ഉള്ളിലാണ്. ഗഹ്വരേഷ്ടം, ഗഹ്വരമാണ്. പുരാണം, പണ്ടേയുള്ളതാണ്. പുരാ അഭിനവം, പുതിയതുമാണ്. അധ്യാത്മയോഗാധിഗമേന ദൈവം മത്വാ. ദേവൻ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം തന്നെ. അധ്യാത്മയോഗാധിഗമം, അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇന്ദ്രിയത്തെ പിൻവലിച്ച് തന്നിൽ തന്നെ നിർത്തുന്നതിനാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത്. ആ ഒരു അധ്യാത്മയോഗത്തിലൂടെ നേടേണ്ടതാണ്. പരീക്ഷ്യലോകാൻ കർമ്മചിതോൻ താൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. അകൃതമായിട്ടുള്ള തത്വം, അതാണ് ഈ ഒരു അറിവ്. അകൃതഃ കൃതേന നാസ്തി അകൃതഃ കൃതേന. അകൃതമായിട്ടുള്ള ഒന്നിലൂടെ ഒരു കർമ്മത്തിലൂടെയും നേടപ്പെടേണ്ടതല്ല
ആത്മതത്വം സിദ്ധമായിട്ടുള്ള വസ്തുവാണ്. അതിനെ അറിയാൻ വേണ്ടി സർവ്വലോകങ്ങളെയും പരീക്ഷിച്ച് ഓരോന്നിൻ്റെയും സാരത്തെ പരീക്ഷിച്ച് അങ്ങനെ പരീക്ഷിക്കുന്നതിലൂടെയാണ് നിർവേദത്തെ, വൈരാഗ്യത്തെ പ്രാപിക്കുന്നത്. നാസ്ത്യകൃതകൃതേന. ഗീതയുടെ സാരമായിട്ടുള്ള ഉപദേശത്തെ പറയും. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതങ്ങളിലും തന്നെയും സർവഭൂതാനി ചാത്മനി, സർവഭൂതത്തിലും തന്നെയും കാണുന്ന ആ ഒരു സ്ഥിതി, സർവഭൂതങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്ന് ഒന്നും തന്നെ അന്യമല്ലാത്ത ആ ഒരു തലത്തെ, ആ ഒരു തലമാണ് ഈക്ഷത്തെ യോഗയുക്താത്മാ, യോഗയുക്തനായിട്ടുള്ള ആള്. അങ്ങനെ കാണുന്ന ആളെയാണ് യോഗയുക്തനായിട്ടുള്ള ആള് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മരഹിതമായിട്ടുള്ള ആത്മസ്വരൂപത്തിൻ്റെ ഒക്കെ പരിസമാപ്തി സർവഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്മദർശനം ആണ്. അതിന് നമ്മൾ അവതാര ചരിത്രത്തിലൊക്കെ കണ്ടു. ഭഗവാൻ ഗീതയിൽ ഭഗവാൻ പല പല തലങ്ങളിൽ നമ്മളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഉയർത്തുകയാണ്. അജോപി സന്നവ്യേ ആത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ. അപ്പം ജന്മരഹിതമാണ്, സൂക്ഷ്മമാണ്, നാശരഹിതമാണ്. എങ്കിലും തൻ്റെ സ്വയം പ്രകൃതിയെ സ്വീകരിച്ച് ദേഹവാനെ പോലെ സർവത്തിൻ്റെയും ഈശ്വരനായിട്ട് ഒക്കെ ഇവിടെ അർജുനൻ്റെ സഖാവായിട്ട് ആ ഒരു അവതാര ഭാവത്തിലൂടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കുന്ന തലത്തിലൊക്കെ, ആ തലത്തിൽ ഭഗവാനെ ആരാധനയോടുകൂടി കാണുന്ന തലം അതാവശ്യമാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്നലകളിൽ അത് ആവശ്യമായിരിക്കും. അങ്ങനെ ആ തലത്തിൽ നിന്ന് ക്രമികമായിട്ട് ഉയർത്തി വിഭൂതി അധ്യായത്തിലൊക്കെ പറയുന്ന ഐശ്വര്യകരമായിട്ടുള്ള ഇതൊക്കെ ഞാനാണ്, ശ്രേഷ്ഠമായിട്ട് കാണുന്ന യദ്യത് വിഭൂന്തി മത് സർവം ശ്രീമദോർജിതമേവ തത്തദേവ അവഗച്ഛത്വം മമ തേജോംസ സംഭവം. ഐശ്വര്യമായിട്ട് നീ എന്ത് കാണുന്നോ അതിലൊക്കെ എൻ്റെ ഭാവം കൂടുതലായിട്ടുണ്ട് എന്ന് നീ അറിയൂ. അങ്ങനെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ കാണുന്ന ഓരോന്നിലും, ഇപ്പോൾ യജ്ഞത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയും. അനേകം യജ്ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനയാണ് യജ്ഞം, ജപയജ്ഞം. ആ ജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഭഗവാനിലെത്തി. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള സാധനകളിലൂടെ ഉയർന്ന് ക്രമികമായിട്ട് ഈ ഒരു തലത്തിലേക്ക് എത്തുന്ന ആ ഒരു സാധനാ പദ്ധതിയൊക്കെ ഈ ഒരു യജ്ഞം തുടങ്ങി അകർത്തൃസ്വരൂപമായിട്ടുള്ള ആത്മസ്വരൂപത്തിലേക്ക് ക്രമികമായിട്ട് നമ്മളെ ഉയർത്തുന്നതാണ്.
ഈ ഒരു ശാസ്ത്രത്തെ നമ്മുടെ തലത്തിൽ ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ ആചാര്യന്മാർ ഉപദേശിച്ചതാണ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും. ഓരോ ശ്ലോകങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളൊരു തലത്തിൽ അർത്ഥം മനസ്സിലാക്കും. ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകത അതാണ്. നമ്മൾ ഇപ്പം മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ പ്രാവശ്യം സ്വാമിജി പറയും, 1000 പ്രാവശ്യം നമ്മൾ ഗീത പഠിച്ചാലും 1001ാമത്തെ പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ ആശയം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു മഹത്വത്തോടു കൂടിയ ഉപദേശം, ആ ഉപദേശത്തെ ശരിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും ആ ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായി തീരാനും നമുക്ക് കഴിയുന്ന സമയത്താണ് ഈ ഒരു ആശയത്തിലൂടെ നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. അനേകം രീതിയിൽ ഉപനിഷത്തുകളിലൊക്കെ ഈ ഒരു ആത്മതത്വത്തെ തന്നെ പറയും. അനേജദേകം മനസ്സോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത്. ഈ ഒരു ആത്മതത്വത്തെ നമുക്ക് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. അത് ചലിക്കുന്നതാണ്, ചലിക്കുന്നതല്ല. അനേജദേകം, അത് ചലിക്കാത്തതാണ്. മനസ്സോ ജവീയ, മനസ്സിനേക്കാൾ വേഗം കൂടിയതാണ്. നൈനദേവ ആപ്നുവൻ ദേവന്മാരൊന്നും അതിനെ പ്രാപിക്കുന്നില്ല. കാരണം പൂർവമർഷത്, മുമ്പേ അത് പ്രാപിച്ചതാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാ ഗൃധ കസ്യത് സിദ്ധനം. ഈശാവാസ്യം, എല്ലാം ഈശ്വരനാൽ വാസ്യം, ആച്ഛാദനീയമാണ്, മൂടപ്പെട്ടതാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ, ആ ത്യാഗത്താൽ പാലിച്ചാലും. ഈശാവാസ്യം എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് ത്യാഗം ഉള്ളത് നമ്മൾ ചിന്തിക്കും. ത്യാഗമൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഈശാവാസ്യം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വ്യക്തിത്വം അവിടെ ഇല്ലാതായി. നമ്മൾക്കൊരു പ്രത്യേക വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ആ ഭാവന നമ്മുടെ ത്യാഗമായി. തേന ത്യക്തേന ഭുഞ്ജീതാഹ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ആ ത്യാഗത്തിലൂടെയാണ്. ഈശാവാസ്യമിതം സർവം തേന ത്യക്തേന ഭുഞ്ജീതാഹ മാ ഗൃധ കസ്യ സിദ്ധനം. ഉപനിഷത്തിലെ വേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്, ഈശാവാസ്യമിതം സർവം. ഇതിന് കഴിയാത്ത ആളുകൾക്ക് കർമ്മത്തെ ഉപദേശിക്കുന്നു. ആത്മസ്വരൂപത്തെ ഈശാവാസ്യോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ പറയും, അജമാണ്, ജന്മരഹിതമാണ്, ഏകമാണ്, നിത്യമാണ്, അശരീരമാണ്, സർവഗതമാണ്, ശുദ്ധമാണ്, പാപരഹിതമാണ്. ഇങ്ങനെ 6 രീതിയിൽ പറയും. ഏകമാണ്, നിത്യമാണ്, ജന്മരഹിതമാണ്, അശരീരമാണ്, സർവഗതമാണ്, ശുദ്ധമാണ്, പാപരഹിതമാണ്. ഇതിന് വിരുദ്ധമായിട്ടുള്ളത് ഇതാണ് കർമ്മം. ഈ ഒരു രീതിയിൽ നമ്മൾ ആത്മസ്വരൂപത്തെ സ്വയം വിചാരം ചെയ്ത്, വ്യത്യസ്ത ദൃഷ്ടികളിലൂടെ വിചാരം ചെയ്ത് എന്താണ് ആത്മതത്വം എന്ന് നമ്മൾ
മനസ്സിലാക്കണം. അതിലൂടെ നമ്മുടെ സ്വരൂപത്തെ നമുക്ക് സംശയരഹിതമായിട്ട് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ വിചാരത്തിന് വേണ്ടിയിട്ടുള്ള അനേക ശാസ്ത്ര ഉപദേശങ്ങളാണ്. വിചാരത്തിന് ഓരോ വ്യക്തിക്കും ഓരോ ചിലപ്പോൾ ഒരു വാക്കൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അതിന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. ശാസ്ത്രം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ കേൾക്കുന്നതിലൂടെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അത് മെല്ലെ മെല്ലെ നമ്മുടെ വിചാരത്തിലേക്ക് കടക്കും, സ്വാഭാവികമായിട്ടുള്ള. അല്ലാതെ നമുക്ക് വിചാരം ചെയ്യണമെന്ന് വിചാരിച്ച് പോയി ഇരുന്നാൽ വിചാരം ചെയ്യാനൊന്നും കഴിഞ്ഞോണമെന്നില്ല. ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ നമുക്ക് വിചാരത്തിലേക്ക് ഉള്ള ശുദ്ധമായിട്ടുള്ള പാത തെളിഞ്ഞു കിട്ടും. സ്വാധ്യായത്തെക്കുറിച്ചാണ് തൈത്തരീയ ഉപനിഷത്തിലൊക്കെ പറയുന്നത്. സ്വാധ്യായ പ്രവചനേ ഏവ തപഃ തദ്ഹി തപഃ തദ്ഹി തപഃ എന്ന് പറയും. എന്തിനാണ് സ്വാധ്യായം ചെയ്യുന്നത്? സ്വാധ്യായാധീനം ഹി അർത്ഥജ്ഞാനം അർത്ഥജ്ഞാനായത്തം ഹി പരം ശ്രേയഃ എന്ന് പറയും. വേദാർത്ഥജ്ഞാനം ഋഷിമാർ അനുഭവിച്ചിട്ടുള്ള സത്യത്തെ അവർ വേദത്തിലൂടെ ഉപദേശിച്ചു. ആ സത്യത്തെ അവർ ഉപദേശിച്ചതിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വേദാർത്ഥജ്ഞാനം വേണം. അതിന് സ്വാധ്യായം ആവശ്യമാണ്. ആ സ്വാധ്യായത്തിലൂടെ നമുക്ക് വേദാർത്ഥ ജ്ഞാനത്തെ നമുക്കറിയുന്ന രീതിയിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. ഇത് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വലിയ തത്വമൊന്നും നമ്മൾ ഉപനിഷത്തോ ഭാഷ്യമോ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ലളിതമായിട്ട് മനസ്സിലാവുന്ന നമുക്കറിയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതൊക്കെ നമ്മുടെ സ്വരൂപത്തെ നമുക്ക് സ്വരൂപത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ബോധം നമുക്ക് നൽകുന്നതാണ്. ആത്മോപദേശ ശതകത്തിൽ പറയും, അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ല ഇതിങ്ങനെ ആർക്കുമോതിടേണം. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമെന്നറിയാതിരുന്നിടേണം. അഹമന്ധകാരമല്ല ഇത് ഇന്ന് ഇങ്ങനെ ആർക്കുമോതിടേണം. ഞാൻ അന്ധകാരമല്ല, അഹമിരുളല്ല, ഞാൻ ജ്യോതിസ്വരൂപനാണ്. ആത്മസ്വരൂപം, ജ്യോതിസ്വരൂപം, ആത്മസ്വരൂപം എന്നൊക്കെ, പ്രകാശസ്വരൂപം എന്നൊക്കെയാണ് നമ്മൾ ആത്മസ്വരൂപത്തെ പറയുന്നത്. അഹം ഇരുളല്ല. ഇരുളാകിൽ ഞാൻ അന്ധകാരമായിരുന്നെങ്കിൽ അഹമഹമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ എന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇല്ലേ? എവിടെ ഇരുട്ടിലിരുന്നാലും നമ്മൾ ഞാൻ എന്ന് അറിയുന്നുണ്ട്. അന്ധകാരം അല്ല ഞാൻ. ഇത് ഇങ്ങനെ ആർക്കും ഓതിടേണം. ഇത് നമ്മളറിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് എല്ലാവർക്കും ഉപദേശത്തിലൂടെ എല്ലാവർക്കും ജോലിയുണ്ട്. അറിയുന്നത് അത് ആവശ്യമുള്ളവർക്ക് ഉപദേശിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയായി തീരും അറിയുന്നതോടുകൂടി. ആ ഒരു ഉപദേശം, ആ ഒരു കർമ്മം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിലുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് സ്വാധ്യായ പ്രവചനങ്ങൾ.
അപ്പോൾ ആ ഒരു ജ്ഞാനത്തിലേക്ക് ഉയരാൻ വേണ്ടി ശാസ്ത്രത്തെ പഠിക്കുക, അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിചാരപ്രക്രിയ, വിചാരത്തിലൂടെയാണ് നമുക്ക് ശാസ്ത്രത്തെ അറിയാൻ കഴിയുന്നത്, ജ്ഞാനത്തിലേക്ക് നമുക്കെത്താൻ കഴിയുന്നത്. നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈ യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ ക്വചിത്. വിചാരം കൂടാതെ നമുക്ക് മറ്റൊരു സാധനയിലൂടെയും ആത്മസ്വരൂപം ആയിട്ടുള്ള ജ്ഞാനത്തെ, പ്രകാശത്തെ അറിയാൻ കഴിയുന്നില്ല. വിചാരം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉള്ളതാണ്, നമ്മുടെ സിദ്ധിയാണ് വിചാരം. ആ വിചാരത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ, യജ്ഞത്തിൻ്റെ ഒക്കെ മാർഗത്തിലൂടെ നമുക്ക് പോകുന്ന സമയത്ത് സ്വയം നമ്മുടെ സ്വരൂപത്തെ കുറിച്ച് അറിയാൻ കഴിയും. നമ്മളുടെ സ്വരൂപത്തെ ആവരണങ്ങൾ നീങ്ങുന്ന സമയത്ത് അത് ശരിയായിട്ട് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. സച്ചിദാനന്ദ സ്വരൂപം, സത്സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം ഒക്കെ നമ്മളിൽ പ്രകാശിക്കുന്നു. സുഖസ്വരൂപം, ആനന്ദസ്വരൂപം, ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് പറയും. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ആ സുഖം, ആനന്ദം ഒക്കെ ആ ഒരു ആനന്ദത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ തന്നെയാണ്. സുഖത്തിൻ്റെ പദം പറയും സുഖം. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. അനന്തതയിലൊക്കെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയില്ലേ? അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അനന്തമായിട്ടുള്ള ആകാശം, അനന്തമായിട്ടുള്ള ഇതൊക്കെ കാണുന്ന സമയത്ത് അതിൽ സ്വാഭാവികമായിട്ടുള്ള ആനന്ദം, അത് നമ്മുടെ ആനന്ദ സ്വരൂപം തന്നെ ആനന്ദമായതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ സ്വരൂപത്തിലേക്ക് ഉയരാൻ ശാസ്ത്രം നമുക്ക് വഴികാട്ടിയാണ്. ആ ശാസ്ത്രത്തെ ശരിയായി അറിയാനും ആ ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ ആ തപസ്സിനെ, യജ്ഞസംസ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും നമുക്ക് കഴിയണം. അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നത്. ആ ഒരു മാർഗത്തിൽ എല്ലാവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം.